ഇല്ല ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങളെ ഊരാൻ പറഞ്ഞോട്ടാണോ? ഓക്കെ ഓക്കെ. ഇവിടെ ആറായല്ലേ? കയറിയിട്ടുണ്ട്. നീ ബുദ്ധിമുട്ടുണ്ട്. അതെ എനിക്കറിയാം, ഞങ്ങൾ അങ്ങ് ദൂരെ. ഓ രണ്ടുപേര് കയറി പിടിച്ച് കയറി. ആ ചേട്ടാ എന്നാണ്ടേ? വേണ്ട വേണ്ട വേണ്ട, കയറുന്നതിന് കുഴപ്പമില്ല. ഓ എല്ലാവരും കയറിയോ? ജോളമ്മ പേരെന്ന് പറഞ്ഞു. ജോളമ്മ ജോൺസൺ. ഡാനിയൽ ജോൺ. പേരെന്ന് പറഞ്ഞു. സാജൻ. ജബു. മാത്രമേ അറിയത്തുള്ളേ. കോശങ്ങളെ ഒരിച്ചു വന്ന് മാറാം. ഞാനവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നേ.
ഞാനി ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. തിരുമാനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഇതിനകത്ത് പാട്ട് പാടാൻ ആർക്കെങ്കിലും ഒരു താല്പര്യം? ഷൈനി ഇന്നലെ ഒരു പാട്ട് പാടിയായിരുന്നു കേട്ടോ. ഷൈനി ഇന്നലെ ഒരു പാട്ട് പാടി, അതൊന്ന് റിപ്പീറ്റ് ചെയ്യും. ഇല്ല ബാ ഷൈനി നമുക്ക് കരോക്കെ. സൺഡേ സ്കൂളിന് പാടിയതായാലും മതി. എങ്കിലും കലങ്ങൾ 4 രാവിലെ വീതം 15 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു. അപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴെനിക്ക് 72 കിലോയേ ഉള്ളൂ. 84 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നെ കണ്ടാൽ ഒത്തിരി ക്ഷീണിച്ചായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞാൻ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ലേ. പള്ളിയിൽ തന്നെ സാധാരണ രീതിയിലായിരുന്നു ഈ നമ്മുടെ എക്സാം ആരും ഇതുവരെ ഒരു മീറ്റിംഗ് അത് വളരെ ആക്റ്റീവായിട്ട് അത് എടുത്തു. പിന്നെ അത് സിറ്റി പുറകിൽ പ്രവർത്തിച്ചു. ആരോടും പൈസ ചോദിച്ചില്ല. അതിനിടയിൽ വളരെ അതിശയകരമായിട്ട് സെന്നി വന്നു. അതെ, വളരെ അതിശയകരമായിട്ട് വന്നു. അങ്ങനെ പുതിയ എന്താ പേരെന്തോ സജി സാർ വന്നു. അങ്ങനെ പിന്നെ പുതിയതായിട്ട് വേറെ ഇവരെയൊക്കെ അവധി കണ്ടിങ്ങനെ ചെറിയ ഇതല്ലാതെ എനിക്ക് വലിയ കാര്യമായിട്ട് ഞങ്ങളൊന്നും അവധിയിലൊന്നും വളരെ ക്ലോസായിട്ട് നമുക്ക് ഇടപെട്ടില്ല അല്ലേ. അതായത് വെച്ചൊന്നും നമ്മളങ്ങനെ പുതിയ അങ്ങനെ ഇതിനകത്ത് ഒരു കാര്യം ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതിനു വേണ്ടി ഞാൻ ഷീലയും ഉഷയും വിളിച്ചപ്പോൾ അവർക്ക് ഇന്ന് അവരുടെ പള്ളിയിൽ ഇന്ന് ഡിവൈൻസ് ഫെലോഷിപ്പിന്റെ ഒരു കാര്യമായ ഒരു ആനിവേഴ്സറി ഒരു പ്രോഗ്രാം ഉള്ളതാണ്. അപ്പൊ അതിനകത്ത് ഇവർ വളരെ ആക്റ്റീവാണ്. പക്ഷേ ഉഷ പറഞ്ഞു അബുദാബി അബുദാബിക്കാരനെ കൂടെ മീറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ പ്രിഫറൻസ് പ്രയോറിറ്റി അതിന് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ അവരിതിനകത്ത് സംബന്ധിച്ചതില് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് എനിക്ക് വലിയ സന്തോഷം. ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് സുഖമില്ല, വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവർക്കും വരാൻ പറ്റി. അങ്ങനെ നമ്മൾ ആരും നോ പറഞ്ഞില്ല സത്യത്തിൽ അല്ലേ.
അല്ല വയ്യാത്തവരെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഡാർലി ആന്റിയെ ഞാൻ വിളിച്ചു. ഡാർലിക്ക് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് പറഞ്ഞു പോയത്. അപ്പൊ പുള്ളിക്കാലത്ത് വയ്യാന്ന് പറഞ്ഞു ഒറ്റയ്ക്കാലും അങ്ങനെ ദൈവം എന്നെ അതിശയകരമായിട്ട് നടത്തി എന്ന് പറയുവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് ഇരിക്കാനായിട്ട് ഈ പുതിയ വർഷത്തില് 18-ാം തീയതി എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് എന്റെ ബർത്ത്ഡേ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പളനിയില്ല. പളനിക്കൊക്കെ ഞങ്ങളൊന്ന് പോയി. അപ്പൊ ദൈവം നടത്തിയ ദൈവത്തിന്റെ സ്തോത്രം. പളനി പോയപ്പോ എനിക്കൊരു